ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ 57ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇനി ക്രിസ്മസ് സംബന്ധമായിട്ടൊരു വീഡിയോ ഉണ്ടാവില്ല. ഇനി വരാനിരിക്കുന്നത് റെഡ്മി നോട്ട് 40 പ്രോ എന്ന് പറയുന്ന ഒരു ഫോണിന്റെ വീഡിയോ ആണ്. അതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വീക്ക് ലാസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇനി രണ്ട് സിനിമകൾ കണ്ടു, മാർക്കോ, റൈഫിൾ ക്ലബ്ബ്. ഇതിൽ മാർക്കോ എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. പക്ക ബ്രൂട്ടൽ മൂവിയാണ്. ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മൂവി ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ത്യൻ സിനിമയിൽ എന്തായാലും ഇറങ്ങിയിട്ടില്ല. അത്രയ്ക്കധികം കില്ലുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു വയലൻസ് ആണ് ഇതിലുള്ളത്. അത് പ്രായഭേദമന്യാണ് കേട്ടോ. കുട്ടികളെ പോലും വെറുതെ വിട്ടിട്ടില്ല. പിന്നെ കൂടുതൽ പറയുന്നില്ല, അത് സ്പോയിലർ ആയിരിക്കും. എന്തായാലും നല്ല വയലന്റ് ബ്രൂട്ടൽ ആക്ഷൻ മൂവി കാണണമെന്നുണ്ടെങ്കിൽ മാർക്കോ കാണാം. യാതൊരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് പോകരുത്. അതേപോലെ റൈഫിൾ ക്ലബ്ബ്, അതും സെയിം ജോണർ തന്നെയാണ്, പക്ഷെ അതൊരു കോമഡി കലർന്നിട്ടുള്ള ഒരു രീതിക്കാണ് അത് വരുന്നത്. കുറച്ചും കൂടി രസമായിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അത് ഫാമിലിക്ക് ഇഷ്ടപ്പെടാനുള്ള, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഒട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബറോസ് വരുന്നുണ്ട്, കാത്തിരുന്ന് കാണാം. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ വീക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ ഇല്ല കേട്ടോ. എനിക്കും ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇതിപ്പോ എന്താന്നുള്ളൊരു തോന്നലായിരുന്നു. എന്നാലും ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഓക്കെ, നത്തിങ് ഫോണുകളിൽ നത്തിങ് ഫോൺ 2 അതേപോലെ നത്തിങ് ഫോൺ 2A ഈ രണ്ട് മോഡലുകൾക്കും നത്തിങ് OS 3യുടെ സ്റ്റേബിൾ അപ്ഡേറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നത്തിങ് ഫോൺ ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാടിക്കയറി ചെയ്യാതിരിക്കുക. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ഡിസ്പ്ലേ അടിച്ചു പോവുക, ബോർഡ് അടിച്ചു പോവുക, എല്ലാത്തിനുള്ള ചാൻസ് ഉണ്ട്. സോ കാത്തിരുന്ന് എന്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഓക്കെ ആണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം നത്തിങ് OS 3യിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക. സാംസങ് ഗാലക്സി അൺപാക്ഡ് ഇവന്റ് 2025, അതായത് നമ്മുടെ ഗാലക്സി S25 സീരീസുകളുണ്ടല്ലോ, അത് ലോഞ്ച് ചെയ്യുന്ന ഇവന്റ് അടുത്ത മാസം, അതായത് ജനുവരി 22-ാം തീയതി ആയിരിക്കും എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറേ പോസ്റ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ കൺഫേം അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും 20, 21, 22 ആ ഒരു ഡേറ്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അതിൽ ഈ ഒരു S25 അൾട്ര എന്ന് പറയുന്ന ഫോണിന്റെ സ്പൈഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ന്യൂസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നുകൂടി ഇവിടെ ഇപ്പോൾ കാണിക്കാം. അതുകൂടാതെ S25+ എന്ന് പറയുന്ന ഫോണിന്റെ കുറച്ച് സ്പൈഡ് ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ട്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ബെസൽ യുദ്ധം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ iPhone 16 Pro Max നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോണാണ് ഏറ്റവും കുഞ്ഞ ബെസൽ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് തരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ബെസൽലെസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സാംസങ് ഗാലക്സി S25 അൾട്ര എന്ന് പറയുന്ന ഫോൺ തരാമെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് CAD ഇമേജ് കാര്യങ്ങളൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്തവണ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് 4 ഫോണുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് റൂമറുകൾ പറയുന്നത്. S25, S25+, S25 അൾട്ര, അതുകൂടാതെ S25 സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ കേട്ടിരുന്നു, ഈ iPhone 17 സീരീസിൽ ഒരു സ്ലിം മോഡൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എയർ വേരിയന്റ് ഉണ്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സോ സാംസങ് ഒരു മുഴം മുന്നേ എറിഞ്ഞു. എന്തായാലും ഇതൊക്കെ റൂമറുകളാണ് കേട്ടോ. എപ്പോൾ വരും എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. പിന്നെ കേൾക്കുന്നുണ്ട് ഈ പറയുന്ന ജൂൺ ജൂലൈ ആ ഒരു ഇവന്റിലായിരിക്കും ഈ ഒരു സാംസങ് ഗാലക്സി സ്ലിം വരിക എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് S25 സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട് എന്നുള്ള കാര്യമായിട്ടുള്ള റൂമറുകൾ എയറിൽ നടക്കുന്നുണ്ട്. പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ M7 Pro എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Dimensity 7025 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ടാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത്. 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 5110 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പോക്കോ ഫോണുകൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതായിരിക്കും വൺ ഓഫ് ദി സ്പെക്ക് കൂടുതലുള്ള ഫോൺ. എനിവേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,999 ആണ്. ഓഫറിൽ 13,999 കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക. പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ C75 എന്ന് പറയുന്ന ഫോൺ ബഡ്ജറ്റ് റേഞ്ചിൽ 10,000 രൂപയ്ക്ക് താഴെ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റെഡ്മി സീരീസിൽ വന്ന റെഡ്മി A4 എന്ന് പറയുന്ന ഫോണിന്റെ എക്സാക്ട് റീബ്രാൻഡഡ് വെർഷൻ ആണ്, അതായത് പോക്കോ വെർഷൻ ആണ്. എന്തായാലും റെഡ്മി A4 എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിവേ ഈ ഒരു ഫോണിന്റെ സ്പെക്ക് സെയിം തന്നെയാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന പ്രൊസസർ തന്നെയാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. 5160 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 5G ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എയർടെൽ സിമ്മിൽ നമുക്ക് 5G നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം NSA നോൺ സ്റ്റാൻഡ് അലോൺ 5G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യില്ല. നേരെ മറിച്ച് ജിയോ ആണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കില്ല. എനിവേ ഇതിന്റെ പ്രൈസ് വരുന്നത് 8,500 രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡ്മി അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, 8,500 തന്നെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പോക്കോ ഫോണാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്രാൻഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ
C75 എന്ന് പറയുന്ന ഫോൺ നോക്കാം. അല്ല ഇനിയിപ്പോൾ റെഡ്മി ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ റെഡ്മി A4 നോക്കാം. രണ്ട് ഫോൺ എടുത്താലും സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും. റിയൽമി 14X, റിയൽമി 14X എന്ന് പറയുന്ന ഫോണിന്റെ സെയിൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്ന 5G പ്രൊസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. 6000 mAh ഒരു യമണ്ടൻ ബാറ്ററിയും ഇതിൽ വരുന്നുണ്ട്. അതുകൂടാതെ 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ മാർക്കറ്റിംഗ് ടാഗ് ലൈൻ എന്ന് പറയുന്നത് IP69, അതായത് ഇപ്പോൾ നിലവിലായിട്ടുള്ള വെച്ച് ഡ്യൂറബിലിറ്റിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല റേറ്റിംഗ് ആണ് അത്. ആ ഒരു റേറ്റിംഗോട് കൂടിയിട്ട് 15000 രൂപയ്ക്ക് താഴെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ റിയൽമി 14X എന്ന് പറയുന്നത്. എനിവേ 13,999 രൂപയ്ക്കാണ് നമുക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. നോർമൽ പ്രൈസ് 14,999. ലാവയുടെ സൈഡിൽ നിന്നുള്ള ബ്ലേസ് ഡുവോ എന്ന് പറയുന്ന 2 ഡിസ്പ്ലേ ഉള്ള ഫോണിന്റെ സെയിലും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് 16,999 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കാണിക്കുന്നത്. ലോഞ്ചിങ് ഓഫറായിട്ട് 14,999 വന്നിട്ടുണ്ടായിരുന്നു. ലാവ അഗ്നി 3 എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ, എക്സാക്ട് അതിന്റെ പോലെ തന്നെയാണ് കാണാനായിട്ട് നിൽക്കുന്നത്. ഡിസൈനിലൊന്നും വലിയ ചേഞ്ച് തോന്നിയില്ല. പക്ഷെ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞിയ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിന്റെ സൈസ് ഇവിടെ ഇച്ചിരി കുറവാണ് വരുന്നത്. എനിവേ ഡിമെൻസിറ്റി 7025 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. പിന്നെ കർവ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ലാവയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോൺ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആമസോണിൽ നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഓപ്പോയുടെ സൈഡിൽ നിന്ന് A5 Pro എന്ന് പറയുന്ന ഫോണിന്റെ ലോഞ്ച് നെക്സ്റ്റ് വീക്ക് ചൈനയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഈ ഒരു A സീരീസിലുള്ള ഫോണുകൾ ഇന്ത്യയിലോട്ട് വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഒരു ടീസർ കാര്യങ്ങളൊക്കെ ഓപ്പോ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാനതവിടെ ഷെയർ ചെയ്യാം. എന്തായാലും വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ A5 Pro എന്ന് പറയുന്ന ഫോൺ നെക്സ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഹോണറിന്റെ സൈഡിൽ നിന്ന് ഹോണർ GT എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗെയിമിംഗ് പർപ്പസിനുള്ള ഒരു ഫോണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന ആ ഒരു കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോണർ ഇപ്പോൾ ഇന്ത്യയിലും ഫോൺ ഇറക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു GT എന്ന് പറയുന്ന മോഡൽ വരുമല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഹോണർ GT എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോണറിന്റെ സൈഡിൽ നിന്ന് ഹോണർ GTയോടൊപ്പം തന്നെ ഹോണർ പാഡ് V9 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11.5 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഡിമെൻസിറ്റി 8025 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടാബ്ലറ്റും ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഹോണർ പാഡ് V9 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് 3 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി എന്ന് പറയുമ്പോൾ അധികം രാജ്യങ്ങളിലൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ കണ്ടുള്ളൂ. യൂറോപ്യൻ യൂണിയനിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടുള്ളൂ. എന്തുകൊണ്ട് മോട്ടോറോള ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഇറക്കിയില്ല എന്നുള്ളത് അറിയില്ല. മോട്ടോറോള G05, അതേപോലെ മോട്ടോറോള G15, മോട്ടോറോള G15 പവർ എന്ന് പറയുന്ന 3 മോഡൽ ഫോണുകളാണ് വന്നത്. സോ അധികം വൈകാതെ നമുക്ക് ഈ 3 മോഡൽ ഫോണുകളും ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചൈനയിൽ മാത്രം ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരാത്ത നൂബിയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫോക്കസ് 2 എന്ന് പറയുന്ന മോഡലിന്റെ ഒരു ഇമേജ് ലീക്ക് ആയിട്ടുണ്ട്. ഞാനത് ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ ക്യാമറ മൊഡ്യൂൾ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൗണ്ട് ആണെന്നുണ്ടെങ്കിലും എന്തോ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ തോന്നി. ആ ഒരു സിൽവർ കട്ടിങ് ആയിരിക്കാം ഒരുപക്ഷെ. എന്തായാലും നൂബിയ ഫോക്കസ് 2 എന്ന് പറയുന്ന ഫോണിന്റെ ബാക്ക് ഡിസൈൻ ഇത്തരത്തിലായിരിക്കും. ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നില്ല, ചൈന എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഇനി നമ്മുടെ അവസാന ന്യൂസ്, OnePlus 13 സീരീസ് ഫോണുകളുടെ ഗ്ലോബൽ ലോഞ്ച് ഇവന്റിന്റെ ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ജനുവരി 7 നമുക്ക് ഇന്ത്യയിലടക്കം ഗ്ലോബലി OnePlus 13 ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. 2 മോഡൽ ഫോണുകളാണ് നമ്മൾ ആ ഒരു ഇവന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. OnePlus 13 ആൻഡ് OnePlus 13R എന്ന് പറയുന്ന മറ്റൊരു മോഡലും. ആ ഒരു ഇവന്റിൽ തന്നെ OnePlus Watch 3 കൂടി ലോഞ്ച് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ചും കൂടിയും ഡിസൈനിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതായത് റൊട്ടേറ്റിംഗ് ഡയലോടുകൂടി ആ ഒരു ബെസലോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ECG മെഷർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ ജനുവരി 7 OnePlus 13 സീരീസുകൾ വിത്ത് Watch 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. വളരെ കുറച്ച് ന്യൂസുകൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എണ്ണം തയ്ക്കാൻ പോലെ പറഞ്ഞതുപോലെ തോന്നി. എനിവേ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു കോഡ് വന്നു, എൻ്റെ പേരിൽ കുറച്ച് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ആരോ ഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മുംബൈയിലോ ഡൽഹിയിലോ കസ്റ്റംസിൽ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ വലിയ ട്രബിളിലാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കോള് വന്നു. പിന്നെ ഐഫോണിലാണ്, എൻ്റെ 16+ ആ ഒരു കോള് വന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കും അത് അനൗൺസ് ചെയ്യുമല്ലോ. അപ്പോൾ അവരെന്നോട് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ഞാൻ ചെയ്തില്ല, ചെയ്തു എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ മൊത്തത്തിലുള്ള സംസാരമോ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർ കോള് ഡിസ്കണക്ട് ചെയ്ത് പോയി. സോ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഡ്രഗിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു കാരണവശാൽ പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും പ്രശ്നമാണ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സഹായം ചോദിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യാന്നുള്ളത് ചോദിക്കുക. തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. കയ്യിലുള്ള പൈസയും മാനവും പോകുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായമായിട്ടുള്ള മുതിർന്നവരായിട്ടുള്ള വീട്ടിലുള്ള ആളുകളുടെ അടുത്ത്, അച്ഛനമ്മമാർ,
അങ്ങനെ പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇത് പറയുക, പ്രത്യേകിച്ച് OTP വരും, പോലീസ് കേസ് ഉണ്ടെന്ന് പറയും, മക്കളുടെ പേരിൽ വരും. യാതൊരു കാരണവശാലും ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് OTP ഒന്നും തന്നെ ഷെയർ ചെയ്യരുതെന്ന് പറയാം. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കോടി പൈസ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ സ്കാമിൻ്റെ 5 കളിയാണ് നടക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ, ലിങ്കുകൾ, കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഈ വിളിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം. ഇപ്പം എന്നോട് എൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാനൊരു തെറ്റായ പേരാണ് പറഞ്ഞത്. എൻ്റെ പേര് അഖിൽ VR എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാറിൻ്റെ പേര് സംഗീത NS എന്നാണെന്ന് പറഞ്ഞു. അതായത് എൻ്റെ എക്സാക്ട് ഡാറ്റ ഫുള്ള് അവിടെ ഉണ്ട്. അത് ഫുള്ള് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾക്ക് തന്നെ വിശ്വസിക്കാവുന്ന രീതിയിലാണ് അവർ പറയുന്നത്. സോ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കുക. അതേപോലെ ഒരു കാര്യം കൂടി ഉള്ളതാണ്, ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷനിലൊന്നും ആരും കൊണ്ടുപോയി പൈസ കളയരുത്, ഇൻസ്റ്റാൾ ചെയ്യരുത്. ഒരുപാട് സെലിബ്രിറ്റീസ്, യൂട്യൂബേഴ്സ് അവരൊക്കെ ഈ ഒരു ആപ്പുകളെയും ഈ ബെറ്റിംഗ് സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലും യാതൊരു കാരണവശാലും ചെന്ന് വീഴരുത്. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും തന്നെ കിട്ടില്ല ആർക്കും. സോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഒരുപാട് വാർത്തകൾ ഈ ഒരു സ്കാമിനെ കുറിച്ചും പറ്റിക്കപ്പെടുന്നവരെയും കുറിച്ച് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയാ. എനിവേ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ഗുഡ് ബൈ.